ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്രമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ജലജയും ജാനകിയാണെങ്കിൽ ദേവേനെ എടുത്ത് കടിച്ച് കീറാൻ വേണ്ടിയിട്ട് പോവാണ്. ഏട്ടത്തിക്ക് ആദ്യം ഈ കുഞ്ഞിനോട് ഇഷ്ടം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എവിടുന്നാണ് ഇത്രയും മാത്രം സ്നേഹം ഒലിച്ചു വരുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അത് കേട്ട ദേവേനെയാണെങ്കിൽ ജാനകിക്കും ജലജയ്ക്കും ഒരു മറുപടി കൊടുക്കുകയാണ്. എൻ്റെ ആദർശ് മോനും നായനും മോൾക്കും ചന്തുമോൾ എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഈ ചന്തുമോളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ കുഞ്ഞിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാനും ആദർശും നായനും ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജയ്ക്ക് അങ്ങോട്ട് തീരെ പറ്റില്ല. ജലജ നേരെ അങ്ങോട്ട് പോയിട്ട് നവ്യെടുത്ത് നല്ല രീതിയിൽ പാര വെച്ചിട്ട് പറയാണ്, ഇപ്പോൾ ആർക്കും എൻ്റെ ആനന്ദപത്മനാഭനെ വേണ്ട, എവിടുന്നോ കയറി വലിഞ്ഞു കയറി വന്ന ആ ഒരു ചന്തു എന്ന് പറയുന്ന കുട്ടീനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല മോളെ, നീ ഇതിന് വളം വെച്ച് കൊടുക്കണോണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യെടുത്ത് നല്ല രീതിയിൽ പാര വെച്ച് കൊടുക്കണം. അത് കേട്ട നവ്യാണെങ്കിൽ കലി തുള്ളിയിട്ട് ദേവേനയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അമ്മായിക്ക് ഇന്നലെ വരെ ഈ കുഞ്ഞിനോട് ഒരു തരി സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എവിടെ നിന്നാണ് സ്നേഹം അങ്ങോട്ട് പൊട്ടിമുളച്ച് വന്നത്? അമ്മായി തന്നെയല്ല ഈ കുഞ്ഞിന് വേണ്ട ടോയ്സും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തതെന്നൊക്കെ പറയാണ്. അപ്പോൾ ദേവേനയാണെങ്കിൽ പറയുന്നുണ്ട്, ആദർശിനും നായനിക്ക് ഈ കുഞ്ഞെന്ന് പറഞ്ഞ ജീവനാണ്, എനിക്കും കൊച്ചുങ്ങളോടൊന്നും ഒരു വിരോധമില്ല, എനിക്ക് ആ കുട്ടിയോട് സ്നേഹം തന്നെ ഉള്ളൂ എന്നൊക്കെ പറയാനുണ്ട് സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ നമ്മുടെ ദേവേനയാണെങ്കിൽ അച്ഛനോട് വന്നിട്ട് പറയുകയാണ്, അച്ഛൻ പറഞ്ഞ ശരിയാ, ആ കുഞ്ഞിനെ പോലെയുള്ള ഒരു മോള് ആദർശിൻ്റെയും നയനയുടെയും മകളായി ഇവിടെ തന്നെ വളരണം എന്ന് പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ആദർശം നയനയാണെങ്കിൽ ചന്തമോളൊക്കെ എടുത്തിട്ട് കളിപ്പിക്കണതൊക്കെ ആയിട്ടാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ചെറിയൊരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.